യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചീരു, ഇതെന്താ മോളെ? നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ? ഇല്ല ചേച്ചി, ഞാൻ പോകുന്നില്ല. എന്താ മോളെ ഇത്? എന്താ നീ പറയുന്നേ? ഞാൻ എങ്ങനെ പോകും ചേച്ചി? എനിക്ക് ഓഫീസിലേക്ക് പോകാൻ നാണക്കേട് തോന്നുക. ഞാൻ എങ്ങനെ അവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? ആ വിവരമില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും ഭ്രാന്ത് കാണിച്ചതിന് നീ എന്തിനാ വില കൊടുക്കുന്നത്? അവൻ എന്തെങ്കിലും ബുദ്ധിയോ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തൊക്കെയാ അയാള് പറഞ്ഞത്? എന്റെ തൊലി ഉരിഞ്ഞുപോയി. ഓർത്തിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അതുമാത്രമല്ല, ഓഫീസിൽ എന്നോട് താല്പര്യമില്ലാത്ത ആളുകളും ഉണ്ട്. അവർക്ക് മുന്നിലിപ്പോ ഞാൻ ഓരോന്ന് ചെയ്ത് ഡെവലപ്പ് ആവുമായിരുന്നു. ആ സമയത്താ ഇങ്ങനെയൊക്കെ. ഇനി അങ്ങോട്ട് പോകാനും ആളുകളെ ഫേസ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. എന്താ ചീരു, നീ ഇങ്ങനെ തളരാതെ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ധൈര്യത്തോടെ നേരിട്ടിരുന്നത് നീയല്ലേ? നീയായിരുന്നില്ലേ അച്ഛന്റെ ആൺകുട്ടി? നീ ഇങ്ങനെ തളർന്നു പോയാലോ മോളെ? അതല്ല അച്ഛ, ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാം. പക്ഷെ നാണക്കേടോ? ഒന്നുമില്ല മോളെ, നീ ഇതിനൊക്കെ ധൈര്യത്തോടെ തന്നെ നേരിടണം. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനോട് മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ധൈര്യത്തോടെ പോരാടണം. അല്ല അച്ഛ, അത് പുതിയ സ്ഥലം, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം. അവിടെയുള്ളവർക്കൊന്നും എന്നെ അറിയില്ല. ആ മനുഷ്യൻ ചെന്ന് പറഞ്ഞതിലെ തെറ്റും ശരിയും അവർക്കെങ്ങനെ അറിയും? എല്ലാവരും അയാൾ പറഞ്ഞത് സത്യമാണെന്ന് കരുതിയാലോ? ഇനി അയാൾ അവിടെ വന്ന് പറഞ്ഞ പോലെ മോശ സ്ത്രീയാണെന്ന കണ്ണോടെ ആളുകൾ എന്നെ കണ്ടാലോ? നീ പറയുന്നൊക്കെ ശരിയാ, അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തോറ്റു കൊടുക്കുന്നവർക്ക് എന്നും തോൽവിയേ ഉണ്ടാവൂ, അത് നീ മറക്കരുത്. അതെ ചിരു, ഇന്ന് വിനയം പറഞ്ഞത് പേടിച്ച് നീ ഓഫീസിൽ പോവാതിരുന്ന എല്ലാരും അവൻ പറഞ്ഞത് ശരിയാണെന്ന് ഉറപ്പിക്കും. നിനക്കതാണോ വേണ്ടേ? മറിച്ചതൊക്കെ തെറ്റായിരുന്നുള്ള ഉറപ്പോടെ നീ ധൈര്യത്തോടെ നിന്നാ എല്ലാവരും നിനക്കൊപ്പം നിൽക്കും. പിന്നെ ഒന്നും മനസ്സിൽ വെക്കരുത്, നിനക്ക് എന്ത് ആവശ്യത്തിനും എന്ത് പ്രശ്നത്തിനും ഏട്ടനായിട്ട് ഞാനുണ്ടാവും. ശരി അച്ഛാ, ഞാൻ ഓഫീസിൽ പോവാം. മിടുക്കി. എങ്കിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ചെല്ല് മോളെ. ചെല്ല് ചീരു മോളെ, ചെല്ല്. ചിരു, അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതെ അച്ഛാ, ഇനി അവളെ ആ ദുഷ്ടന്റെ അടുത്തേക്ക് വിടണ്ട. അവളിവിടെ നമുക്കൊപ്പം ജീവിച്ചാ മതി. ശരിയാ, നിങ്ങൾ പറഞ്ഞത് തന്നെ ശരി. ഇനി ഒരു പരീക്ഷണം നമുക്ക് വേണ്ട. എന്റെ മോള് മനസമാധാനത്തോടെ ഇവിടെ തന്നെ കഴിയട്ടെ. സുശീലേ. ശാരദേ, ഞാൻ പുറകുവശത്താ. ഇങ്ങോട്ട് പോന്നോ? സുശീലയുടെ ജോലികളൊന്നും കഴിഞ്ഞില്ലേ? കുഞ്ഞു ഇപ്പോഴാ ഉറങ്ങിയത്, അതുകൊണ്ട് കുറച്ച് വൈകി. ഇങ്ങതാ, ഞാൻ അരിഞ്ഞു. സാരമില്ല ശാരദേ, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം. ജോലി ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും ശാരദ ഇടയ്ക്ക് വരുന്നത് മനസ്സിന് വലിയൊരു ആശ്വാസമാ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാലോ. അത് സത്യ. സുശീലയോട് സംസാരിക്കുമ്പോഴാ ഞാൻ എന്റെ വിഷമങ്ങൾ പലതും മറക്കുന്നത്. നമ്മളൊക്കെ പ്രായമായ പിന്നെ പലതും ഓർത്ത് വിഷമിച്ചിരിക്കാനല്ലേ പറ്റൂ. അതെ അതെ. മോൻ വിളിച്ചായിരുന്നോ? ഓ, 1-2 തവണ വിളിച്ചു, ഞാൻ എടുത്തില്ല. അവൻ എന്നോട് സംസാരിക്കണമെങ്കിൽ അവനിവിടെ നേരിട്ട് വരണം. അങ്ങനെ തന്നെ വേണം സുശീലേ. മക്കൾക്ക് നമ്മളെ ഒരു വില ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ച് ജാടയൊക്കെ കാണിക്കണം. ഓ, എന്നോട് വേണമെങ്കിൽ അധിക ദിവസം ഒന്നും ഇരിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവൻ വരുമെന്ന് എനിക്കറിയാം. ഇതാ പിടിച്ചേ.
പെറ്റ തള്ളയുടെ മുന്നില് അല്പം താഴ്ന്നത് കൊണ്ട് മക്കൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നൊന്നുമില്ല. അന്ന് സുശീല കരഞ്ഞ ആ കരച്ചിലേ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കണ്ടുനിന്ന് എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. ആ അത് പിന്നെ എന്റെ സത്തിനേക്കാളും എന്തിന് സോനിയേക്കാളും ഞാൻ സ്നേഹിച്ചതേ ഇന്ദ്രനെയാ. കല്യാണം കഴിക്കുന്നവരെ അവന് ഞാൻ ദൈവമായിരുന്നു. വിവാഹം കഴിഞ്ഞ മൂദേവി വന്നോടെ എല്ലാം മാറി മറിഞ്ഞില്ലേ? അതാ ചില പെണ്ണുങ്ങളുടെ മിടുക്ക്. നമ്മൾ എത്രയൊക്കെ കൊഞ്ചിച്ച് ലാളിച്ചു കൊണ്ടു നടന്നാലും അവളുമാരുടെ തലയണ മന്ത്രത്തില് ആമ്പിള്ളേര് തലയും കുത്തി വീഴും. ഇല്ല ശാരദേ, അവൾ ഇനി എന്തൊക്കെ ചെയ്താലും എന്റെ മോനെ എന്റെ കാൽച്ചോട്ടി കൊണ്ടുവരാൻ ഈ സുശീലിക്കറിയാം. ഇന്ദ്രൻ നേരിട്ട് ഇവിടെ വന്ന് എന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയും. ശാരദ കണ്ടോ? ഇന്ദ്രേട്ടാ, ദാ ചായ. ആ ഇന്ദ്രേട്ടനിങ്ങനെ വിഷമിക്കാതെ. എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാം, ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം ഒന്നുമില്ല ഇന്ദ്രേട്ടാ. നിങ്ങൾ അമ്മയ്ക്കും മോനും ഇങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും സാധിക്കില്ല. അത് തന്നെ എന്റെ ദുഃഖവും. രാവിലെ കൂടി ഞാൻ വിളിച്ചിട്ടും അമ്മയെ കിട്ടിയില്ല. അമ്മയുടെ വാശി ഇന്ദ്രേട്ടന് അറിയാലോ. ചിലപ്പോ ഇനി അമ്മയുടെ ഫോൺ കംപ്ലൈന്റ് ആയതാകാലോ. നീ പറഞ്ഞത് ശരിയാ. ഒരുപക്ഷെ അങ്ങനെ ആവാം. പക്ഷേ ഇനിയിപ്പോ എന്ത് ചെയ്യും? സോനയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കാമല്ലോ ഇന്ദ്രേട്ടാ. ഇനി അഥവാ അമ്മ മനഃപൂർവ്വം എടുക്കാത്തതാണെങ്കിൽ അതും അറിയാലോ. ആ അതെ, ഞാൻ എന്തായാലും സോനയൊന്ന് വിളിക്കാം. പിന്നെ ഞാൻ ട്രാവൽസ് കയറിയിട്ട് കടയിലേക്ക് വരൂ. അവിടെ ഒന്ന് രണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. നീ എന്തിനാ സത്യ പ്രതിഭ ജോലിന്ന് പറഞ്ഞു വിട്ടത്? അതുകൊണ്ടല്ലേ നിനക്കിപ്പോ ഇങ്ങനെ ഓടേണ്ടി വന്നത്? അതിന് പ്രതിഭ ഞാൻ പറഞ്ഞു വിട്ടതല്ല. അവള് സ്വന്തം ഇഷ്ടത്തിന് ജോലി മതിയാക്കി പോയതാ. അക്കാര്യത്തിൽ സത്യനൊരു പങ്കുമില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ കാര്യം വ്യക്തമാക്കി പറഞ്ഞതാ. ജോലി റിസൈൻ ചെയ്യരുതെന്നും പറഞ്ഞു. പക്ഷേ അവൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. പ്രതിഭ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിക്കില്ല. എടാ, നീ ആരോടെ ഈ വാശി കാണിക്കുന്നത്? എടാ, നല്ലൊരു ജീവിതമാണ് നീ വേണ്ടെന്ന് വെക്കുന്നേ. ഓരോ തവണയും നിങ്ങളുടെ വാക്കുകേട്ടല്ലേ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ എന്തായി തീരുമെന്ന് എല്ലാവർക്കും അറിയാലോ. പ്രതിഭയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിന്നെ നിർബന്ധിക്കുന്നത്. ആ ഉറപ്പ് എനിക്ക് കൂടി വേണ്ട ഏട്ടാ. ആ കുട്ടി ജോലി കളഞ്ഞത് എന്നാൽ കഴിയുന്ന വിധം ജോലി ഉപേക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. ബാക്കിയെല്ലാം സ്വന്തം ഇഷ്ടമല്ലേ. ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ വൈകി. ഇവൻ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? പാവം പ്രതിഭ, അവക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാ വീട്ടിലെ അവസ്ഥ പോലും മറന്ന് അവള് ജോലി വേണ്ടെന്ന് വെച്ചത്. നമുക്കേതായാലും പ്രതിഭയെ പോയിന്ന് കാണാം. സത്യനോടുള്ള ഇഷ്ടത്തിന്റെ പേരില് ജോലി ഉപേക്ഷിക്കേണ്ടതില്ലല്ലോ. അത് ശരിയാ. നമ്മൾ പോയി കണ്ട അതാ കുട്ടിക്ക് ഒരു ആശ്വാസമാവുന്ന എനിക്കും തോന്നുന്നേ. ജോലിക്ക് തിരിച്ചു വരാൻ നമുക്ക് അവളെ നിർബന്ധിക്കുകയും ചെയ്യാം. ആ കുട്ടിയുടെ വീട്ടിലെ ഒരു സാഹചര്യം വെച്ച് അവൾക്കൊരു ജോലി അത്യാവശ്യമാണ്. നമുക്കേതായാലും പോയി കണ്ട് സംസാരിക്കാം.